ലോകസംഗീത ദിനാചരണം നടത്തി. തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടി കവിയും ഗായികയുമായ ഡോക്ടർ റോഷ്നി സ്വപ്ന ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയ സംഗീത പരിശീലനത്തിന്റെ കൺവീനർ കുമാരി MC കാവ്യാമൃത ആമുഖഭാഷണം നിർവഹിച്ചു. NSS കോർഡിനേറ്റർ ഡോക്ടർ കെ ബാബുരാജൻ ആധ്യക്ഷ്യം വഹിച്ചു. കെ ബാലകൃഷ്ണൻ, സൈനുദ്ദീൻ എന്നിവർ ഗാനം ആലപിച്ചു. ചടങ്ങിന് G ഗോപിക സ്വാഗതവും C ഹരീഷ് നന്ദിയും പറഞ്ഞു. സംഗീതസഭയുടെ നേതൃത്വത്തിൽ സംഗീത പ്രേമികളായ വിദ്യാർത്ഥികൾക്കും അധ്യാപക അനധ്യാപക ജീവനക്കാർക്കുമായി വ്യാഴാഴ്ചകളിൽ സംഗീത പഠന ക്ലാസ് നടത്തുന്നതായിരിക്കും. ഇമോഷൻസ് ഉണ്ടാക്കലാണോ? അതൊക്കെ അയാളുടെ പണിയിൽ പെടുന്ന കാര്യങ്ങളാണ്. പക്ഷെ അയാളുടെ പ്രധാനപ്പെട്ട പണി എന്താ? ഡിസൈനിങ്ങിന്റെ ടൈമാണ്. ഡയലോഗ് ഉണ്ടാക്കലോ അത് പറയിപ്പിക്കലോ അല്ല. അയാൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടന്റിന്റെ ടെക്സ്റ്റിന്റെ വേരിയേഷൻസും ഡ്യൂറേഷൻസും ഡിസൈൻ ചെയ്യലാണ് എന്റെ പണി. സമയത്തെ ഡിസൈൻ ചെയ്ത് എടുക്കുന്ന ആളാണ് ക്ലാസിക് സംവിധായകന്മാരൊക്കെ എടുത്ത് നോക്കിയെന്ന് എനിക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് തർക്കോവ്സ്കിയുടെ ആത്മകഥയുടെ പേര് സ്കൾപ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞത്. സമയത്തെ കൊത്തിയെടുക്കുക. അതായത് നിങ്ങൾ ഒരു സംവിധായകന്റെ കീഴിലാണ് കൂടെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾ പറയും ഇത്ര സമയം കൊണ്ട് ഇത്ര സമയം വരെയുള്ള ഒരു ഡ്യൂറേഷൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഈ ഒരു ഡയലോഗ് പറയേണ്ടത്. അപ്പൊ അവിടെ ടൈമിനാണ് അല്ലേ? സംഗീതത്തിലും അതെ, ടൈമിന് വളരെ പ്രാധാന്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ സമയം തന്നെയാണ്. ഏത് ആർട്ട് ഫോമിലും ആർട്ട് പ്രാക്ടീസിന്റെ അധ്യാപനത്തിലും സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്തിന്റെ എക്സ്റ്റൻഷനാണ് എനർജി വരുന്നത്. നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ കയറി വരാണ്, വളരെ ക്ഷീണിച്ച് തൂങ്ങി മൂടൗട്ടായിട്ടാണ് കയറി വരുന്നെങ്കിൽ അവർക്ക് നമുക്ക് കിട്ടുന്ന എനർജി എന്താണ്? നെഗറ്റീവ് എനർജി ആയിരിക്കും അല്ലേ? നമുക്കും പിന്നെ ക്ലാസ് ഒരു സുഖം ഉണ്ടാവില്ല. മറിച്ച് വളരെ എനർജറ്റിക് ആയിട്ടുള്ള മനുഷ്യൻ ചിരിച്ചൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾക്കോ ഒരു കൊള്ളാം അല്ലേ? ഇതാണ് എനർജി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും സ്കൂൾ നാടകങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാ പറയുന്നത് എനർജി ഉണ്ടാക്കുക, എനർജി അതിനകത്ത് ഉറക്കെ സംസാരിക്കുക എന്നുള്ളതല്ല, തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വേർഡിനാണ് എനർജി എന്ന് പറയുന്നത്. എനർജി സൈലൻസിനും ഉണ്ട് അതിൻ്റെതായ എനർജി. ശരിക്കും സംഗീതം സംവദിക്കപ്പെടുക അത് ആലാപനത്തിന് തൊട്ട് അടുത്ത നിമിഷം മുതൽ മുഴങ്ങുന്ന നിശബ്ദതയിലാണെന്നാണ് പറയുന്നത്. സൈലൻസിലാണ് നമ്മളോട് കൃത്യമായിട്ട് സംഗീതം സംവദിക്കുക. ഏത് തരത്തിലുള്ള സംഗീതമാണ്. പ്രശസ്തനായിട്ടുള്ളൊരു സംഗീതജ്ഞൻ അയാളുടെ കൺസേർട്ട് കേൾക്കാനായിട്ട് ഓഡിയൻസിനെ ക്ഷണിക്കും. വലിയ ഓപ്പറ ഓഡിറ്റോറിയത്തില് ഇദ്ദേഹം പിയാനോ ഒക്കെ വെച്ചിട്ട് ആളുകളെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഓഡിയൻസ് ഉണ്ട്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇയാൾ പതുക്കെ കയ്യിൽ പിയാനോയിൽ അമർത്തുന്നു. ശബ്ദം വരുന്നില്ല. അയാൾ അമർത്തുന്നില്ല, തൊടുന്ന പോലെ. ഓർക്കസ്ട്ര വയലിനാണെങ്കിൽ അതിന്റെ തന്ത്രി അതിന്റെ സ്ട്രിങ്ങിലേക്ക് തൊടുന്നില്ല. വളരെ സൈലന്റ് ആയിട്ട് ഏകദേശം കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് ഇയാൾ പറയാണ് ഇതൊരു വിഷ്വൽ പ്രസന്റേഷൻ കൂടെയാണ്. അപ്പൊ ആളുകൾ ചോദിക്കും എവിടെ സംഗീതം, ഞങ്ങൾക്കൊന്നും കേട്ടില്ലല്ലോ. അപ്പൊ ഇയാൾ ചോദിക്കും ഞാനിപ്പോൾ ഇവിടെ സൈലന്റ് ആയിട്ട് പെർഫോം ചെയ്ത ആ ഒരു ടൈമിലുള്ള സൈലൻസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നാണ്. ഈ സൈലൻസ് കേൾക്കാൻ പറ്റിയെങ്കിൽ